എല്ലാവർക്കും നമസ്കാരം. മലയാളം ബിഗ് ബോസ് സീസൺ 7ന്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനലിനകത്ത് സീരിയലിൻ്റെ കൂടെ തന്നെ മലയാളം ബിഗ് ബോസ് സീസൺ 7ന്റെ അപ്ഡേറ്റ്സും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ബിഗ് ബോസ് സീസൺ 7ന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും സ്റ്റോറിയൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പം ബിഗ് ബോസിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഇതുവരെയൊക്കെ നമുക്കൊരു കാഴ്ചക്കാരി മാത്രമായിരുന്നു, ഒരു പ്രേക്ഷകൻ മാത്രമായിരുന്നു ബിഗ് ബോസിൻ്റേത്. അപ്പോൾ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതിനെപ്പറ്റി എനിക്കും ഈ യൂട്യൂബിൽ വഴിയൊക്കെ വന്നുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും അറിയേണ്ടത് രേണുസുതി ഉണ്ടോ ഇല്ലയോ എന്നാണ്. രേണുസുതി ഉണ്ടെന്നും പറയുന്നു, ഇല്ലെന്നും പറയുന്നു. അതിനിടയ്ക്ക് രേണുസുതി ആണെങ്കിൽ ഇവിടെയൊക്കെ നിന്ന് കറങ്ങുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് രേണുസുതിയുണ്ട്, ചെന്നൈയിലെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ സീസൺ 1 തൊട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സീസൺ 1നെ പറ്റി പറയുവാണെങ്കിൽ പേളിമാണി വിന്നർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ സാബുമോനായിരുന്നു വിന്നർ ആയത്. അപ്പോൾ എന്താണെങ്കിലും വോട്ട് കിട്ടിയിട്ടായിരിക്കുമല്ലോ. അത് നമുക്ക് തിരിമറി കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ വലുതായിട്ടൊന്നും കാണാത്തൊരു സീസണായിരുന്നു. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഈ സീസണിനെ പറ്റി. രഞ്ജിനി, ഹരിദാസ് അങ്ങനെയുള്ളവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. പക്ഷേ പേളിമാണി വിന്നർ ആവണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷെ സാബുമോൻ വിന്നറായി. പക്ഷെ സാബുമോൻ നന്നായിട്ട് കളിച്ചിട്ട് തന്നെയാണ്. വോട്ട് കിട്ടാതെ എന്താണെങ്കിലും വിന്നർ ആവത്തില്ലല്ലോ. അങ്ങനെ വിന്നറായി. പക്ഷെ നല്ല മത്സരാർത്ഥിയായിരുന്നു. കാര്യം നല്ലൊരു സീസൺ ആയിരുന്നു. പക്ഷെ അധികം ഒന്നും ഞാനതിനെ കണ്ടിട്ടുമില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല. നമ്മൾ ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് സീസൺ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ആയിപ്പോയി, മറ്റേ രജിത് സാറിൻ്റെ ഒക്കെ ഇത്. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ആരോടും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആര്യ, മഞ്ജു, വീണയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് കളിക്കുമെന്നൊക്കെ ഓർത്തത്. പക്ഷെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ മൂന്നാമത്തെ സീസണെ പറ്റി എന്ന് വെച്ചാൽ മണിക്കുട്ടൻ തന്നെയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. കാര്യം മണിക്കുട്ടൻ്റെ ക്യാരക്ടർ കൊണ്ടൊക്കെ നല്ലൊരു മനുഷ്യൻ എന്നുള്ളൊരു ലേബൽ ഉണ്ടായിരുന്നു മണിക്കുട്ടന്. ആവശ്യമില്ലാതെ വഴക്കിട ഒന്നിനും പോവാറില്ല. DFK ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മണിക്കുട്ടൻ തന്നെ എല്ലാവർക്കും താല്പര്യം മണിക്കുട്ടനെ ആയിരുന്നു. വലിയ ശല്യമൊന്നുമില്ല, ഒരു കാമായിട്ട് പോകുന്നൊരു വ്യക്തി. അധികം അടിയോ പിടിയോ ഒന്നും ആരോടും ഉണ്ടാക്കാതെ പോകുന്നൊരു വ്യക്തി. അങ്ങനെ മണിക്കുട്ടൻ ജയിക്കണമെന്നായിരുന്നു. മണിക്കുട്ടൻ തന്നെ ജയിച്ചു. സായി വിഷ്ണു ആയിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ്. നാലാമത്തെ സീസൺ തൊട്ടാണ് ഞാൻ ശരിക്കും ഇതിനൊരു അഡിക്റ്റഡ് ആയിപ്പോയ സംഭവം എന്ന് വെച്ചാൽ, ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് വലിയ ഫാനായിരുന്നു. അങ്ങനെ ആ സീസൺ നല്ലൊരു സീസൺ ആയിരുന്നു. പക്ഷെ ആ സീസണിന്റെ കൂടെ തന്നെ ഞാനും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അങ്ങ് ഒഴുകിപ്പോയി. വെളിയിറങ്ങുമ്പോൾ ദിൽഷയെ റോബിനൊക്കെ കല്യാണം കഴിക്കും എന്നൊക്കെ വിചാരിച്ചു. അവസാനം അതൊന്നും നടന്നില്ല. അങ്ങനെ അകപ്പാടെ വിഷമങ്ങളും കാര്യങ്ങളും എന്ന് വെച്ചാൽ അതിനകത്തോട്ടങ്ങ് ആയിപ്പോയി സീസൺ 4-ന്. പക്ഷേ ദിൽഷ, ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടാണ് ദിൽഷ വിന്നറായത്, വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദിൽഷയ്ക്ക് ഒരുപാട് വോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യമേ വിഷമമായിരുന്നു ഡോക്ടർ റോബിനെ പുറത്താക്കിയപ്പോഴും. പിന്നെ രണ്ടാമത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ കല്യാണം കഴിക്കുമെന്നൊക്കെയാണ് ഇങ്ങനെ ഓർത്തത്. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയൊക്കെയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഓർത്തു. പക്ഷെ അവസാനം ഇങ്ങനെയൊക്കെ ആയി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊക്കെ വെറും ഒരു കളികൾ മാത്രമാണ്, അല്ലാതെ നമുക്ക് അതിനപ്പുറത്തോട്ട് ഇതിനകത്ത് ഇമോഷണലി നമ്മൾ എടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നൊക്കെ ഈ ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. എല്ലാവരും പറയും ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടാണ് ദിൽഷ വിന്നറായത്, ഇങ്ങനെയൊക്കെ പറയും. ശരിക്കും ഡോക്ടർ റോബിന് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാനൊക്കെ ചെയ്തത്. ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ, ഈവൻ ബ്ലസ്സിലേക്കായിരുന്നു അവർക്ക് താല്പര്യം. എന്നാൽ പോലും ദിൽഷയ്ക്ക് അവരുടെ ഒക്കെ ഞാൻ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ദിൽഷ ശരിക്കും പറഞ്ഞ ഒരു ലേഡീസ് ഫസ്റ്റ് ബിഗ് ബോസ് വിന്നറാണ്. അത് ശരിക്കും നമ്മളെല്ലാം ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലേഡി ഒരു വിന്നർ ആവണമെന്ന്. ഫസ്റ്റ് പേളി ആകുമെന്നാണ് ഓർത്തത്. പക്ഷെ അത് സാബുമോനായിരുന്നു അവിടെ ജയിച്ചത്. അപ്പം ദിൽഷ വിന്നർ ആയതിനകത്ത് യാതൊരു ഇതുമില്ല. കാര്യം എല്ലാ ടാസ്കിലും ദിൽഷ നന്നായിട്ട് പ്ലേ ചെയ്താണ് വന്നത്. ഈവൻ ഈ ഡോക്ടർ റോബിൻ്റെ ഇതൊക്കെ നമ്മൾ അമിത പ്രതീക്ഷ കൊടുത്തത് കൊണ്ട് മാത്രമല്ല, അത് ദിൽഷ അവിടെ യാതൊരു പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. വളരെ മാന്യമായിട്ട് തന്നെ കളിച്ചു വന്ന ഒരാളാണ് ദിൽഷ. അങ്ങനെ ഫസ്റ്റ് ലേഡി ആയിട്ട് ബിഗ് ബോസ് വിന്നറായിട്ട് ദിൽഷ വന്നു. അത് പക്ഷേ വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് പിന്നീട് തോന്നിയത്. പക്ഷെ ആ സീസണോടുകൂടി മനസ്സിലായി ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ പാടില്ല. ഇതൊക്കെ വെറുതെ ഒരു കളിയായിട്ട് മാത്രം എടുക്കുക, അത് അവിടെ വിടുക എന്നൊക്കെ. അങ്ങനെയാണ് പിന്നീട് ഞാൻ സീസൺ 5ൻ്റെ കാര്യങ്ങൾ
സീസൺ 5 എന്ന് പറഞ്ഞാൽ അഖിൽമാരായിരുന്നു ബെസ്റ്റ്. കാര്യം അത്രയും നെഗറ്റീവ് കൊണ്ട് കയറി അഖിൽമാരാര് നന്നായിട്ട് കളിച്ചിട്ടാണ് അവിടെ വിന്നർ ആയത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ അഖിൽമാരാരാണ് വിന്നർ എന്നും പറഞ്ഞ് അങ്ങ് പോവുമായിരുന്നു ആ സീസണ് എല്ലാവരും കൂടെ. അതിനകത്ത് ശോഭ മാത്രമേ ഉള്ളായിരുന്നു അഖിൽമാരോട് എതിർത്ത് നിന്നത്. റിനോഷ എതിർത്ത് നിന്നു, പക്ഷെ റിനോഷ് പിന്നെ അങ്ങ് ക്ഷീണിച്ചു പോയി. റിനോഷ് തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയായിപ്പോയി, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായിപ്പോയി. അങ്ങനെ അഖിൽ മരാർ വിന്നറായി. അഖിൽ മരാർ അയാളുടെ കഴിവ് കൊണ്ട് തന്നെ മാത്രം വിന്നറായ ഒരാളാണ്. കാര്യം ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഡോക്ടർ റോബിനുമായിട്ട് പ്രശ്നവും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയൊക്കെ കയറി പോയ ആളാണ്. പക്ഷേ അഖിൽ മരാർ വിന്നറായി. അപ്പോൾ ആ സീസൺ തൊട്ട് ഞാനിതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജിൻഡോ വിന്നറായ ജാസ്മിൻ ഒക്കെ ഉണ്ടായിരുന്നു. അർജുന് ഫസ്റ്റ് റണ്ണർ ആയ അതിനകത്ത്. ശരിക്കും ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് വിന്നർ ജാസ്മിൻ ആവണമെന്നായിരുന്നു. ജാസ്മിൻ വിന്നർ ആവണമെന്ന്. കാര്യം ജാസ്മിൻ ഒരുപാട് നെഗറ്റീവും ഒക്കെ ഉണ്ട്. പുറത്ത് റിലേഷനായിട്ട്, അകത്ത് ഗബ്രി ആയിട്ട്, അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. ജാസ്മിൻ അത്രയ്ക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ജാസ്മിൻ വിന്നർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ജാസ്മിന് സെക്കൻഡ് റണ്ണറപ്പ് ആയിപ്പോയി. ജിൻഡോയാണ് വിന്നറായത്. ജിൻഡോ വോട്ട് ഇട്ടിട്ട് തന്നെ വിന്നറായതാണ്. ജിൻഡോ അതിനകത്ത് എന്ത് കളി കളിച്ചോ ഇപ്പോൾ പുറത്തൊക്കെ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് എന്താണെങ്കിലും വോട്ട് കിട്ടി തന്നെയാണ് ജിൻഡോ വിന്നറായത്. പക്ഷെ ജാസ്മിൻ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം ഇപ്രാവശ്യത്തെ എപ്പിസോഡ് റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. റിവ്യൂ അല്ല, മെയിനായിട്ടും ഇന്നത്തെ സ്റ്റോറികളും കാര്യങ്ങളും ഒക്കെയാണ് ഇടുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇപ്രാവശ്യം തീരുമാനിച്ചത് ആർക്കും വോട്ട് കൊടുക്കണ്ട, നിഷ്പക്ഷമായിട്ട് എന്താണോ ചെയ്യുന്നത് അതുപോലെ പറയുക. അല്ല നമ്മൾ ആർക്കും ഒരുപാട് അഡിക്റ്റ് ആവാൻ പാടില്ലെന്നുള്ള ഒരുപാട് റീസൺ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 4ാമത്തെ സീസണിൽ നിന്നാണ് അതൊക്കെ പഠിച്ചത്. ഇപ്പം രേണുസുതിയാണ് എല്ലാവർക്കും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടത്. രേണുസുതി കാണുമായിരിക്കും. കാര്യം രേണുസുതി എന്ത് കണ്ടന്റ് വെച്ചാലും അത് വൈറലാവാറാണ്. കാര്യം അവർ ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണുമ്പം സമൂഹം അവരെ ഒരു നെഗറ്റീവായിട്ടാണ് ഓൾറെഡി ചെയ്തേക്കുന്നത്. മിക്കവാറും രേണുസുതി കയറുവാണെങ്കിൽ രേണുസുതി ഒരു പോസിറ്റീവ് ആകാനാണ് ചാൻസ്. കാര്യം അവർക്കിനിയും കിട്ടാൻ ഒരു നെഗറ്റീവും ഇല്ല. എല്ലാ നെഗറ്റീവും വെളിയിൽ തന്നെ കളഞ്ഞിട്ടാണ് അവർ പോകുന്നത്.